അവരവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ക്ഷേമത്തിനു വേണ്ടിയുമൊക്കെ ക്ഷേത്രങ്ങളിൽ പൂജകളും ഹോമങ്ങളും നടത്താറുള്ളത് സാധാരണമാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടാൻ പ്രാർത്ഥനകളുമായി കേരളത്തിലുമുണ്ട് ചിലരൊക്കെ. ഉത്തരം നട്ടതാഴ്ച ട്രംപ് നാമം പാലെ പാലെ ആയുരാരോഗ്യപത്രത്തെ മുട്ടോർ മോച മോച സർവകാര്യ സാധ്യത സർവദൂതനൃത്യ സർവദുഃഖ ഓം നമോ ഭഗവതി ജ്വലനി. വൻകരകൾക്കപ്പുറമാണ് ഡൊണാൾഡ് ട്രംപെങ്കിലും ഈ കൊച്ചു കേരളത്തിലെ ചില വലിയ മനസ്സുകളിൽ അമേരിക്കൻ പ്രസിഡന്റിനും സ്ഥാനമുണ്ട്. അങ്ങനെ ഒരാളാണ് തലസ്ഥാന നഗരിയിൽ താമസമാക്കിയ ഡോക്ടർ പുരുഷോത്തമ ഭാരതി. ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആകണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആശ. ആ ആഗ്രഹ സബലീകരണത്തിനായി പൂജകളും വഴിപാടുകളും ഹോമങ്ങളും ഒക്കെ നടത്തി പ്രാർത്ഥനയിലാണ് പുരുഷോത്തമ ഭാരതി. ട്രംപ് ഇന്ത്യയുടെ വലിയൊരു സുഹൃത്താണ്. മാത്രമല്ല ലോകത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ് ഇന്നിപ്പോൾ ചൈന. ഈ കൊറോണ വൈറസ് ഉണ്ടാക്കി വിട്ടത് ചൈനയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ചൈനയെ എതിർക്കാൻ വേണ്ടിയിട്ടും ലോക സമാധാനത്തിന് വേണ്ടിയിട്ടും അമേരിക്കയിൽ ട്രംപ് തന്നെ ജയിച്ചു വരിക എന്നുള്ളത് അത്യാവശ്യമായതിനാലാണ് ഞാൻ ഈ പൂജ ചെയ്ത് എന്നാൽ കഴിയുന്ന ഒരു സഹായം അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. വ്യത്യസ്തമായ ഒരു ആശയവുമായി എത്തിയ ഭക്തനെ കൈവിടാൻ ക്ഷേത്രഭരണ സമിതിക്കുമായില്ല. ഇവിടുത്തെ ഭക്തനായിട്ടുള്ള ശ്രീ പുരുഷോത്തമ ഭാരതി അദ്ദേഹം ഇവിടെ ഒരു പൂജ നടത്തണം എന്ന് പറഞ്ഞ് ഭരണസമിതിയായിട്ട് സമീപിച്ചിരുന്നു. അപ്പോൾ ആവശ്യം അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ട്രംപ് വിജയിക്കണമെന്നുള്ളൊരു കൗതുകകരമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു. എന്തായാലും അത് ഇവിടുത്തെ ഭരണസമിതി ഗൗരവമായിട്ടെടുക്കുകയും അതിന് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത്. ദേശവരമ്പുകൾക്കപ്പുറം ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയെ ആരാധിക്കുന്ന ഈ മനസ്സിലും സ്നേഹത്തിന് അതിർവരമ്പുകളില്ല. ട്രംപ് മാമാ കീ ജയ്. ലെറ്റ് അങ്കിൾ ട്രംപ് ബി വിക്ടോറിയസ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് അമേരിക്ക ആസ് വെൽ ആസ് ദി വേൾഡ്. ട്രംപ് മാമാ കീ ജയ്. ജനം, തിരുവനന്തപുരം.